നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന 7ാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രാം ദിശാം ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. കാളാംബോധകളായ കോമള രുചീചക്രേണ ചക്രം ദിശാം ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുഃ തുഷ്ടികരം വപുഃ തവ വിഭോ മദ്രോഗം ഉദ്വാസയേത്. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ വിഭോ, കാളാംബോധകളായ കോമള രുചീചക്രേണ ദിശാം ചക്രം ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുഃ തുഷ്ടികരം തവ വപുഃ മദ്രോഗം ഉദ്വാസയേത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. കാർമേഘം, കായാമ്പു എന്നിവ പോലെ കോമളമായ പ്രകാശവലയത്താൽ 4 ദിക്കുകളെയും ആവരണം ചെയ്യുന്നതും കാരുണ്യപൂർണമായ മന്ദഹാസധാരയാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും വിരാജമാനങ്ങളായ ശംഖ്, ചക്രം, ഗദ, പങ്കജം എന്നിവയേന്തുന്ന ഐശ്വര്യസമ്പൂർണങ്ങളായ ഭുജങ്ങളോടുകൂടിയതും ബ്രഹ്മദേവന് സന്തുഷ്ടിയുണ്ടാക്കിയതുമായ അങ്ങയുടെ ആ പരിശുദ്ധ മൂർത്തി അല്ലയോ ഭഗവാനെ, നിശ്ചയമായും എൻ്റെ രോഗങ്ങളെ അകറ്റിക്കളയുക തന്നെ ചെയ്യും. നമസ്തേ.